Good morning, my dears. Today our topic capacity utilization. Then operations management ഒന്ന് രണ്ട് ടോപ്പിക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് capacity utilization. Then what is meant by capacity? Then capacity is simply the maximum possible output which could be produced using the available technology, capital and technically efficient utilization of the variable inputs. അതായത് സാധാരണ രീതിയിൽ കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇറ്റ് സിംപ്ലി മീൻസ് മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട്, എത്രമാത്രം നമുക്കതുകൊണ്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവിടെ കപ്പാസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കപ്പാസിറ്റി ഈസ് സിംപ്ലി ദ മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് വിച്ച് കുഡ് ബി പ്രൊഡ്യൂസ്ഡ് യൂസിങ് ദ അവൈലബിൾ ടെക്നോളജി, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി, അതേപോലെ തന്നെ ക്യാപിറ്റൽ, ടെക്നിക്കലി എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദ വേരിയബിൾ ഇൻപുട്ട്സ് എല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, ടെക്നോളജി, ക്യാപിറ്റൽ, എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദ വേരിയബിൾ ഇൻപുട്ട്സ് ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, അതായത് ഒരു സ്ഥാപനത്തിന്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിസോഴ്സസ്, അവൈലബിൾ ഇൻപുട്ട് ആവാം, ടെക്നോളജീസ് ആവാം, അതേപോലെ തന്നെ ക്യാപിറ്റൽ, ടെക്നിക്കലി എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദ വേരിയബിൾ ഇൻപുട്ട്സ് ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ സ്ഥാപനത്തിന് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ ആ കപ്പാസിറ്റി, ആ capability-യാണ് നമ്മൾ സാധാരണ കപ്പാസിറ്റി എന്ന് പറയുന്നത്. Economic impact are not considered in the technologically based measure. The economic measure, however, clearly considers the economically optimum potential output which could be produced given the capital stock, the technology input prices, output prices and technically efficient and fully utilized factors of production as appropriate to achieve maximum profit or minimum cost. അതായത് ഇപ്പോൾ നമ്മൾ കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം. വാട്ട് ഈസ് മെന്റ് ബൈ കപ്പാസിറ്റി? ഞാൻ പറഞ്ഞു മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് ഓർ കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫേം ഫോർ ഇറ്റ്സ് യൂസിങ് ഇറ്റ്സ് കപ്പാസിറ്റി. അതായത് ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ദാറ്റ് എ ഫേം ഈസ് കാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ഓവർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ പീരീഡ് കൊണ്ട് മാക്സിമം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന ആ ഫേമിൻ്റെ കാപ്പബിലിറ്റിയാണ് നമ്മൾ സാധാരണ എന്ത് പറയാറുള്ളത്, കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Capacity is the amount of goods that a firm is capable of producing or providing services over a specified period of time. It is the maximum available amount of output or multiple type of output that system is capable of achieving over a specified duration. അപ്പോൾ ഇവിടെ ഈ ചാപ്റ്ററിലെ കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാം ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് എത്രയായിരിക്കും എന്ന് കണക്കാക്കുക, അല്ലെങ്കിൽ എത്ര മാക്സിമം അവർക്ക് എത്രയുണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതിൻ്റെ ആ ഫേമിൻ്റെ ക്യാപ്പബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്പാസിറ്റി എന്ന് പറയുന്നത്. Then what are the different types of capacity? ഏതൊക്കെയാണ് different types of capacity? Design capacity or maximum capacity, effective capacity and that is design capacity, effective capacity and active capacity. മുൻപ് പഠിച്ചിരിക്കുന്ന ടോപ്പിക്കാണ് what is meant by what are the different types of capacities. അപ്പോൾ നമ്മൾ പറയും നമ്മുടെ ആ സ്ഥാപനത്തിൻ്റെ 100% കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നില്ല, 70% കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ 80% കപ്പാസിറ്റീസാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ തരംതിരിച്ച് പറയാറുണ്ട്. അപ്പോൾ അവിടെ കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ മാക്സിമം പോസിബിൾ ഔട്ട്പുട്ടാണ്, എത്രമാത്രം ഔട്ട്പുട്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതിനെയാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ ഈ കപ്പാസിറ്റി വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റിയിലെ ഡിസൈൻ കപ്പാസിറ്റി ഓർ മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ ഡിസൈൻ കപ്പാസിറ്റി അല്ലെങ്കിൽ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ ഫേമിൻ്റെ മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് എത്രയാണെന്ന് മെഷർ ചെയ്യുന്നതിനെയാണ് മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ദെൻ അതിനേക്കാളും അത്രമാത്രം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീനറീസൊക്കെ ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്യും, അതേപോലെ തന്നെ കൂടുതൽ ലാബേഴ്സിന് വേണ്ടി വരും, ഓവർ ബർഡൻ ആയിരിക്കും. അപ്പോൾ ദെൻ അവിടെ ഓവറായിട്ട് പണിയെടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ലിമിറ്റേഷൻ അത് തീർച്ചയായിട്ടും ആ ഫേമിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നുള്ളതാണ്. അത് ദെൻ അവിടെ നമ്മൾ ഡിസൈൻഡ് കപ്പാസിറ്റി ഓർ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അവരുടെ അവൈലബിൾ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ആക്ച്വൽ കപ്പാസിറ്റി. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിലെ വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക് മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റി. കപ്പാസിറ്റി മെഷർ ചെയ്യാനുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് മെഷേഴ്സും അതുപോലെ തന്നെ ഇൻപുട്ട് മെഷേഴ്സുമാണ്. അത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കുന്നത് എങ്ങനെയാണ് കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. ദെൻ ഇവിടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷനിലെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഈസ് വൺ ഓഫ് ദി കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട വൺ ഓഫ് ദി പ്രോബ്ലം ആണ് ഇത് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഈസ് വൺ ഓഫ് ദ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ഫേസ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ്. Capacity is an output based measure. Capacity is an output based measure. The capacity output is potential output. Capacity output എന്ന് പറയുന്നത് അതിൻ്റെ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടാണ്. എത്രമാത്രം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. That means which may be equal to maximum output or an economically derived output under a given level of capital and state of technology. Therefore, there may be technologically derived physical measure of capacity and economic measure of capacity, that is an optimum level of output. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് നമുക്ക് അതിന് കപ്പാസിറ്റി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്കി ആയിട്ടുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. ദെൻ അതിനെ അപ്പോൾ അവിടെ ഒന്നുകൂടെ വ്യക്തമാക്കുന്നുണ്ട് എന്താ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. കപ്പാസിറ്റി സിംപ്ലി മീൻസ് ദർ ഈസ് പോസിബിൾ ഔട്ട്പുട്ട് വിച്ച് കുഡ് ബി പ്രൊഡ്യൂസ്ഡ് യൂസിങ് ദ അവൈലബിൾ ടെക്നോളജി. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസോ അതേപോലെ തന്നെ ക്യാപിറ്റൽ, ടെക്നിക്കൽ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദ വേരിയബിൾ ഇൻപുട്ട്സ് ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എത്രമാത്രം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് എത്രയാണ് എന്ന് കണക്കാക്കുന്നതിനെയാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എക്കണോമിക് ഇമ്പാക്റ്റ് ആർ നോട്ട് കൺസിഡർഡ് ഇൻ ദ ടെക്നോളജിക്കലി ബേസ്ഡ് മെഷർ. The economic measure, however, clearly considers the technology, economically output, potential output, which could be produced given the capital stock, the technology, input prices, output prices, and technically efficient and fully utilized factors of production as appropriate to achieve maximum profit or minimum cost. അതായത് ഏറ്റവും കുറഞ്ഞ ചിലവിലെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഫേമിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മളുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വാട്ട് ഈസ് മെൻ ബൈ കപ്പാസിറ്റി പ്ലാനിങ്. അതിൽ തന്നെ കപ്പാസിറ്റി യൂട്ടിലൈസേഷന് മുൻപേ തന്നെ എന്താണ് കപ്പാസിറ്റി പ്ലാനിങ് എന്ന് നോക്കാം. കപ്പാസിറ്റി പ്ലാനിങ് റിക്വയേഴ്സ് നോളജ് ഓഫ് കറണ്ട് കപ്പാസിറ്റി ആൻഡ് യൂട്ടിലൈസേഷൻ. കപ്പാസിറ്റി പ്ലാനിങ് എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യണമെങ്കിൽ കപ്പാസിറ്റി പ്ലാനിങ് റിക്വയേഴ്സ് നോളജ് ഓഫ് കറണ്ട് കപ്പാസിറ്റി ആൻഡ് യൂട്ടിലൈസേഷൻ. നിലവിലുള്ള കപ്പാസിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കുകയും അത് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യപ്പെടുക എന്നുള്ളതാണ് കപ്പാസിറ്റി പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കപ്പാസിറ്റി പ്ലാനിങ് റിക്വയേഴ്സ് നോളജ് ഓഫ് കറണ്ട് കപ്പാസിറ്റി ആൻഡ് യൂട്ടിലൈസേഷൻ. Utilization or the degree to which equipment, space or labors is currently being used. Utilization means or utilization or the degree to which equipment, space or labor is currently being used expressed as a percentage. സാധാരണ രീതിയിൽ പ്രസൻ്റ്ലി നമ്മൾ എത്രമാത്രമാണ് അവിടുത്തെ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്, എത്രമാത്രമാണ് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ലേബർ എത്രമാത്രമാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഓർ ദ ഡിഗ്രി ടു വിച്ച് എക്യുപ്മെൻറ്റ്, സ്പേസ് ഓർ ലേബർ ഈസ് കറൻ്റ്ലി ബീങ് യൂസ്ഡ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് പേഴ്സൻറ്റേജ്. സാധാരണ രീതിയിൽ അത് പേഴ്സൻറ്റേജിലാണ് അത് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഈസ് ഈക്വൽ ടു കേട്ടോ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഈസ് ഈക്വൽ ടു ആവറേജ് ഔട്ട്പുട്ട് റേറ്റ് divided by maximum capacity
മാക്സിമം കപ്പാസിറ്റി ഇൻറ്റു 100. അതായത് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഔട്ട്പുട്ട് എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ആവറേജ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ മാക്സിമം കപ്പാസിറ്റി. അതായത് 100 യൂണിറ്റാണ് മാക്സിമം കപ്പാസിറ്റി എന്നുണ്ടെങ്കിൽ അവർ എത്രയാണ് അതിൻ്റെ ആവറേജ് ഔട്ട്പുട്ട് വെച്ചാൽ 60 അവർ ഉപയോഗപ്പെടുത്തുന്നത്. 60 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 എന്ന് പറയുന്ന രീതിയിൽ ആണ് നമ്മളതിനെ കണക്കാക്കുക. ചിലയിടത്ത് നമ്മൾ 150 യൂണിറ്റ് ആയിരിക്കാം അവരുടെ മാക്സിമം കപ്പാസിറ്റി, 100 യൂണിറ്റ് ആയിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആക്ച്വൽ ഔട്ട്പുട്ട് 100 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100. കണ്ടോ, ഇങ്ങനെയായിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കുക. അപ്പം സാധാരണ രീതിയിൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂട്ടിലൈസേഷൻ മീൻസ് ദറ്റ് ഈസ് ദ ഡിഗ്രി ടു വിച്ച് എക്യുപ്മെൻറ്റ് സ്പേസ് ഓർ ലേബർ ഈസ് കറൻ്റ്ലി ബീയിങ് യൂസ്ഡ്. ആ സ്ഥാപനത്തിൻ്റെ മെഷീനറീസോ ആ സ്ഥാപനത്തിലെ ലേബേഴ്സിനെയോ അതേപോലെ തന്നെ അവിടുത്തെ സ്പേസോ എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ എന്താ പറയുക, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ്. ദാറ്റ് ഈസ് ആവറേജ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ മാക്സിമം ഔട്ട്പുട്ട് ഇൻറ്റു 100. എന്താ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ആവറേജ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ മാക്സിമം ഔട്ട്പുട്ട് ഇൻറ്റു 100. അതാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്നുള്ളതിൻ്റെ ഫോർമുല. അപ്പോൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ മാക്സിമം ഔട്ട്പുട്ട് ഇൻറ്റു 100. Effective utilization of current resources, that is machineries, equipment, input variables, labors, etc. ഇതെല്ലാം ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മളോട് എന്ത് പറയുക, കപ്പാസിറ്റി എന്ന് പറയുന്നത്, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ average output rate and the capacity must be measured in the same terms, customers unit or rupees. Utilization rate indicate the need for adding extra capacity or eliminating unwanted capacity. അതായത് ഇപ്പം നമ്മൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു 70%ഓ അതല്ലെങ്കിൽ 80% ഒക്കെ കിട്ടുമായിരിക്കാം അല്ലേ. കപ്പാസിറ്റി യൂട്ടിലൈസേഷനിലെ ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ മാക്സിമം ഔട്ട്പുട്ട് ഇൻറ്റു മാക്സിമം കപ്പാസിറ്റി ഇൻറ്റു 100. ദെൻ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 70%ഓ 80%ഓ 90% ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ടാവാം. ദെൻ ആ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇൻഡിക്കേറ്റ്, ആ യൂട്ടിലൈസേഷൻ കിട്ടുന്ന റിസൾട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻ ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എലിമിനേറ്റിംഗ് അൺവാണ്ടഡ് കപ്പാസിറ്റി. ഇപ്പോൾ 70% ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ബാക്കി 30% കപ്പാസിറ്റി നമുക്ക് എലിമിനേറ്റ് ചെയ്യണോ. കാരണം കപ്പാസിറ്റി കൂടുതലുണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുണ്ടെന്ന് അർത്ഥം. ലേബർ ആണെങ്കിലും അതുപോലെ തന്നെ അതിനുള്ള ടെക്നോളജിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും മെഷീനറീസ് ആണെങ്കിലും റോ മെറ്റീരിയൽസ് ആണ് എന്തായിക്കോട്ടെ, അവിടെ എന്താണ്, അവിടെ നിലവിലുള്ള കപ്പാസിറ്റിയുടെ 70% ആണ് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതായത് ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ അത്രയേ ഉള്ളൂ എങ്കിൽ ബാക്കി 30% അവിടെ ഐഡിൽ കപ്പാസിറ്റിയാണ് അല്ലേ. ഐഡിൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നർത്ഥം. അത്തരത്തിലുള്ള ഐഡിൽ കപ്പാസിറ്റീസ് എലിമിനേറ്റ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഐഡിൽ കപ്പാസിറ്റീസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യണോ അതോ ആഡിങ് എക്സ്ട്രാ കപ്പാസിറ്റി ഒന്നുകൂടെ കപ്പാസിറ്റീസ് ആഡ് ചെയ്യേണ്ടതുണ്ടോ. അതായത് ഇപ്പോൾ 70% ഉള്ളത് ഒന്നുകൂടെ കൂട്ടി നമുക്കതൊരു 90% വരെയോ 100% വരെയോ നമുക്ക് കൂട്ടേണ്ട ആവശ്യകതയുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇൻഡിക്കേറ്റ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, capacity utilization rate indicate the need for adding extra capacity or eliminating unwanted capacity. The greatest difficulty in calculating utilization lies in defining maximum capacity. The denominator in the ratio. Two definitions of maximum capacity are useful for this purpose, namely peak capacity and effective capacity. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട് പിന്നെ നമുക്കതിന് തന്നെ നമുക്ക് 2 ഡിസിഷൻ എടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. ആ 2 ഡിസിഷൻ എന്താണ്, എലിമിനേറ്റിംഗ് ദ അൺവാണ്ടഡ് കപ്പാസിറ്റി, നമുക്ക് ആവശ്യമില്ലാത്ത കപ്പാസിറ്റി നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ടോ, അതോ നമ്മൾ ആഡിങ് ദ എക്സ്ട്രാ കപ്പാസിറ്റി. 70% കപ്പാസിറ്റി ഉള്ളത് നമുക്ക് 80%ലേക്കോ 90%ലേക്കോ അത് ആഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കുന്നതിനെയാണ് അവിടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു.
ദെൻ നെക്സ്റ്റ് ഇത് മനസ്സിലാക്കാനായിട്ട് 2 തരത്തിലുള്ള ടെക്നിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് പീക്ക് കപ്പാസിറ്റി, രണ്ടാമത് പറയുന്നത് ഇഫക്റ്റീവ് കപ്പാസിറ്റി. പീക്ക് കപ്പാസിറ്റി ആൻഡ് ഇഫക്റ്റീവ് കപ്പാസിറ്റി 2 പോയിന്റുകളാണുള്ളത്. ഒന്ന് പീക്ക് കപ്പാസിറ്റി, ഒന്ന് ഇഫക്റ്റീവ് കപ്പാസിറ്റി. ദെൻ പീക്ക് കപ്പാസിറ്റിയിലെ ദ മാക്സിമം ഔട്ട്പുട്ട് ദാറ്റ് എ പ്രോസസ് ഓർ ഫെസിലിറ്റി ക്യാൻ അച്ചീവ് അണ്ടർ ഐഡിയൽ കണ്ടീഷൻ ഈസ് കോൾഡ് പീക്ക് കപ്പാസിറ്റി. എന്താ പീക്ക് കപ്പാസിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ദ മാക്സിമം ഔട്ട്പുട്ട് ദാറ്റ് എ പ്രോസസ് ഓർ ഫെസിലിറ്റി ക്യാൻ അച്ചീവ് അണ്ടർ ഐഡിയൽ കണ്ടീഷൻ ഈസ് കോൾഡ് പീക്ക് കപ്പാസിറ്റി. പീക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും ടോപ്പാണ്, ഏറ്റവും കൂടുതലാണ് എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പീക്ക് കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ പീക്ക് കപ്പാസിറ്റിയിലെ ദ മാക്സിമം ഔട്ട്പുട്ട് ദാറ്റ് എ പ്രോസസ് ഓർ ഫെസിലിറ്റി ക്യാൻ അച്ചീവ് അണ്ടർ ഐഡിയൽ കണ്ടീഷൻ ഈസ് കോൾഡ് പീക്ക് കപ്പാസിറ്റി. അതായത് അവരുടെ ഉള്ള സൗകര്യങ്ങൾ വെച്ച് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ സ്ഥാപനത്തിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മൾ എന്താ പറയുക, പീക്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. വെൻ കപ്പാസിറ്റി ഈസ് മെഷേർഡ് റിലേറ്റീവ് ടു എക്യുപ്മെൻറ്റ് അലോൺ, ദ അപ്രോപ്രിയേറ്റ് മെഷർ ഈസ് റേറ്റഡ് കപ്പാസിറ്റി. ആൻഡ് എഞ്ചിനീയറിംഗ് അസസ്മെൻറ്റ് ഓഫ് മാക്സിമം ആനുവൽ ഔട്ട്പുട്ട് അസ്യൂമിങ് കണ്ടിന്യൂസ് ഓപ്പറേഷൻസ് എക്സെപ്റ്റ് ഫോർ ആൻ അലവൻസ് ഫോർ നോർമൽ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഡൗൺ ടൈം. പീക്ക് കപ്പാസിറ്റി എക്സിസ്റ്റ് ഓൺലി ഫോർ ഷോർട്ട് ടൈം, such as a few hours in a day or few days in a month. A firm can reach it by using marginal method of production, such as excess overtime, extra shift, temporarily reduced maintenance activities, overstaffing and subcontracting, etc. Although these methods can help with temporary peaks, these opinions cannot be continued for long. Employees don't want to work excessive overtime for extended periods. Overtime and night shift premiums increase cost and the same time quality reduces. അവിടെ പീക്ക് കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നതിൽ നമ്മൾ പറയുന്നത് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫേം ഫോർ യൂസിങ് ദെയർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. that capability is called as peak capacity. അതായത് അവരുടെ പോസിബിൾ ഇൻപുട്ട് റിസോഴ്സസ് എല്ലാം വെച്ചുകൊണ്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ സ്ഥാപനത്തിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മൾ എന്താ പറയുക, പീക്ക് കപ്പാസിറ്റി. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിലവിലുള്ളത് 100% പീക്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 100% അവർ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പീക്ക് കപ്പാസിറ്റി എങ്കിൽ അതാണ് അവിടെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ മാക്സിമം കപ്പാസിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ടൈം വർക്കുകൾ വരാം, അതിൻ്റെ ഇഫക്റ്റ് ഓവർ ടൈം വർക്ക് വരാം അല്ലേ, കൂടുതൽ സമയം ജോലി എടുക്കേണ്ടതായിട്ട് വരും, ഓവർ സ്റ്റാഫിംഗ് വരാം, ഓവർ ടൈം, ഓവർ സ്റ്റാഫിംഗ്, പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ ഓവർ സ്റ്റാഫിംഗ് വരാം, ഓവർ ടൈം വരാം, അതുപോലെ തന്നെ സബ് കോൺട്രാക്റ്റിംഗ് ആക്ടിവിറ്റീസൊക്കെ വരാം. സബ് കോൺട്രാക്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ നിലവിലുള്ള ജോബേഴ്സോ അല്ലെങ്കിൽ വർക്കേഴ്സോ അല്ലാതെ തന്നെ ബാക്കി ഏതെങ്കിലും ഏജൻസി വഴി കോൺട്രാക്റ്റ് മൂലം വേറെ എന്തെങ്കിലുമൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് സബ് കോൺട്രാക്റ്റിലൂടെയും നമുക്ക് ബിസിനസ് നടത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓവർ ടൈം, ഓവർ സ്റ്റാഫിംഗ്, സബ് കോൺട്രാക്റ്റിംഗ് ഇതിങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ കപ്പാസിറ്റി സിംപ്ലി ദ മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് വിച്ച് കുഡ് ബി പ്രൊഡ്യൂസ് യൂസിങ് ദ ദെൻ പീക്ക് കപ്പാസിറ്റിയിലെ എ ഫേം ക്യാൻ റീച്ച് ഇറ്റ് യൂസിങ് മാർജിനൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് എക്സസ് ഓവർ ടൈം കൂടുതൽ വരാം, എക്സസ് ഷിഫ്റ്റ്, ടെമ്പറലി റിഡ്യൂസ്ഡ് മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ്, ഓവർ സ്റ്റാഫിംഗ് ആൻഡ് സബ് കോൺട്രാക്റ്റിംഗ്. Although these methods can help with the temporary peaks, these options cannot be continued for long. Employees don't want to work excessive overtime for extended periods. Overtime and night shift premiums increase cost. ഓവർടൈമോ നൈറ്റ് ഷിഫ്റ്റ് ജോലികളോ എന്ത് കൂടാൻ കാരണമാവാം, കോസ്റ്റ് കൂടാനായിട്ട് കാരണമാവാം. ആൻഡ് ദ സെയിം ടൈം ക്വാളിറ്റി റിഡ്യൂസസ്. അവിടെ ഇതിൻ്റെ ഈ പീക്ക് കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്ന എഫക്റ്റ് എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് പുവർ ക്വാളിറ്റി പ്രോഡക്റ്റുകളായിരിക്കാം, പുവർ ക്വാളിറ്റി വരാനായിട്ട് സാധ്യതയുണ്ട്. അതേ സമയം തന്നെ ആൻഡ് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആഡ് ചെയ്യുകയും അതേസമയം
കാരണം ഓവറായിട്ട് നമ്മൾ പണിയെടുക്കുകയാണ് അല്ലേ, രാത്രി പണിയെടുക്കുകയാണ്, ഓവർ ടൈമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണ്, ഓവർ സ്റ്റാഫിംഗ് ഉണ്ട്, സബ് കോൺട്രാക്റ്റിംഗ് ഉണ്ട്. ഈ ഓവർ വർക്കുകളെല്ലാം തന്നെ ഏതിലേക്ക് കൊണ്ടുപോയി എത്തിക്കുക എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് ഇറ്റ് റിഡ്യൂസ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി റിഡ്യൂസ് ചെയ്യാനും അതേസമയം ഇറ്റ് വിൽ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും കാരണമാവുന്നുണ്ട്. ഉണ്ടോ? അപ്പോൾ അത്രയാണ് നമുക്കതിൽ പറയുന്നത് പീക്ക് കപ്പാസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇഫക്റ്റീവ് കപ്പാസിറ്റി. ഇഫക്റ്റീവ് കപ്പാസിറ്റിയിലെ ദ മാക്സിമം ഔട്ട്പുട്ട് ദാറ്റ് എ പ്രോസസ് ഓർ ഫേം can economically sustain under normal condition is effective capacity. In some organizations, effective capacity implies a one shift operations. In others, it implies a 3 shift operation. അവിടെ രണ്ട് തരത്തിലാണ് പറയുന്നത്. ഇഫക്റ്റീവ് കപ്പാസിറ്റിയിലെ the maximum output that a process or a firm can economically sustain under normal conditions is its effective capacity. നോർമൽ സിറ്റുവേഷൻ ഉപയോഗിച്ചുകൊണ്ട്, നോർമൽ കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇഫക്റ്റീവ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാണ്. ഇൻ സം ഓർഗനൈസേഷൻ ഇഫക്റ്റീവ് കപ്പാസിറ്റി ഇംപ്ലൈസ് 1 ഷിഫ്റ്റ് ഓപ്പറേഷൻ, ഇൻ അതേഴ്സ് ഇറ്റ് ഇംപ്ലൈസ് 3 ഷിഫ്റ്റ് ഓപ്പറേഷൻ. ഒന്നുകിൽ നമുക്കവിടെ എന്ത് ചെയ്യാം, ഒരു ഷിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ 3 ഷിഫ്റ്റൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ വർക്കുകളെ അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. ദെൻ അവിടെ ഫസ്റ്റ് സെക്കൻഡ് 2 ഷിഫ്റ്റുകളായിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ 3 ഷിഫ്റ്റായിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ തരംതിരിക്കാറുള്ളത്. ഇതാണ് അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്? വാട്ട് ഈസ് മെൻ ബൈ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെൻറ്റ്, അതുപോലെ തന്നെ സ്പേസ് ഓർ ലേബർ കറൻ്റ്ലി ബീങ് യൂസ്ഡ്. ഇഫക്റ്റീവായിട്ട് കറൻ്റ്ലി നമ്മൾ എത്രമാത്രം അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ പോയിൻ്റ് കൂടെ ശ്രദ്ധിക്കുക. ദ യൂട്ടിലൈസേഷൻ റേറ്റ് ഇൻഡിക്കേറ്റ് ദ നീഡ് ഫോർ ആഡിങ് എക്സ്ട്രാ കപ്പാസിറ്റി. ഒന്നുകൂടെ നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുമോ, ഓർ എലിമിനേറ്റിംഗ് അൺവാണ്ടഡ് കപ്പാസിറ്റി. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കപ്പാസിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യണോ. ഈ 2 കാര്യങ്ങളാണ് നമുക്കവിടെ സൂചിപ്പിക്കാനുള്ളത്. യൂട്ടിലൈസേഷൻ റേറ്റ് ഇൻഡിക്കേറ്റ് ദ നീഡ് ഫോർ ആഡിങ് എക്സ്ട്രാ കപ്പാസിറ്റി ഓർ എലിമിനേറ്റിംഗ് അൺവാണ്ടഡ് കപ്പാസിറ്റി. ദെൻ ഈ കപ്പാസിറ്റീസിനെ നമുക്ക് അവിടെ അത് തീരുമാനിക്കണമെങ്കിൽ കപ്പാസിറ്റി ഇഫക്റ്റീവായിട്ട് 2 തരത്തിലാണ് നമുക്ക് മനസ്സിലായി. ഒന്ന് പീക്ക് കപ്പാസിറ്റിയും അതുപോലെ തന്നെ മറ്റൊന്ന് ഇഫക്റ്റീവ് കപ്പാസിറ്റിയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്. Then next our topic, what is meant by capacity planning. Next topic is capacity planning. Important topic ആണ് capacity planning. അതുപോലെ തന്നെ പ്രോസസ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ് ആൻഡ് മെത്തേഡ്സ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ് എന്നുള്ളതാണ്. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. വാട്ട് ഈസ് മെന്റ് ബൈ കപ്പാസിറ്റി പ്ലാനിങ്. Capacity planning is the study of the level of capacity of the organization provides at each stage of production or service delivery system to meet its objectives. Capacity planning is a long-term strategic decision that establishes firms' overall level of resources. The decisions are strategic because they often commit the resources of the organization for long period. Capacity planning the effective management of capacity is the most important responsibility of operation management. Effective ആയിട്ടുള്ള രീതിയിൽ കപ്പാസിറ്റി മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വർക്ക് ഓഫ് ദി ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, റെസ്പോൺസിബിലിറ്റി ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലെ ഇറ്റ് മാനേജ് ദ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഓഫ് എ ഫേം ഓർ കൺവേർഷൻ പ്രോസസ്, ഇൻപുട്ട് കൺവേർട്ടർ ഇൻ ടു ഔട്ട്പുട്ട്, അതായത് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സസ്, അതിനെയാണ് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിങ്ങിൽ അവിടെ കപ്പാസിറ്റി പ്ലാനിങ് ഈസ് എ സ്റ്റഡി ഓഫ് ലെവൽ ഓഫ് കപ്പാസിറ്റി. കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ലെവൽ ഓഫ് കപ്പാസിറ്റി. ആ സ്ഥാപനത്തിൻ്റെ ലെവൽ ഓഫ് കപ്പാസിറ്റിയെക്കുറിച്ച് പഠിക്കുകയും കപ്പാസിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ഓർ സർവീസ് ഡെലിവറി സിസ്റ്റം ടു മീറ്റ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. Capacity planning is a long-term strategic decision that establishes a firm's overall level of resources. The decisions are strategic because they often commit the resource of the organization for long period.
അപ്പോൾ ഈ കപ്പാസിറ്റി പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിക് ഡിസിഷൻ ആണെന്ന് പറഞ്ഞു. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ശരിയായിട്ടുള്ള രീതിയിൽ കപ്പാസിറ്റി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അതിന് തന്നെ എത്രമാത്രമാണ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉള്ളത്, അവരുടെ ടെക്നോളജിക്കൽ പവർ, ലേബർ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സ്, സ്റ്റോർ ഏരിയ, ദെൻ ഫങ്ഷനിങ് ഏരിയാസ്, ഇതെല്ലാം പ്ലാൻ ചെയ്ത് മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് എത്രയാണെന്ന് അവർ കണ്ടുപിടിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ നമുക്ക് പ്ലാൻ ചെയ്താൽ മാത്രമേ ടു മീറ്റ് ദ ഫ്യൂച്ചർ ഡിമാൻഡ്, അത് ആദ്യം പറഞ്ഞു, നമുക്കൊന്നുകൂടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ടു മീറ്റ് ദ ഫ്യൂച്ചർ ഡിമാൻഡ്, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ, ശരിയായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാനും കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വേസ്റ്റേജ് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഏതിന് അഡ്വാൻറ്റേജസ് ആണ്? ടു മീറ്റ് ദ കോമ്പറ്റീറ്റേഴ്സ്, അതായത് കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട്, നേരിടാനായിട്ട് സാധിക്കും. ഇറ്റ് വിൽ ഇൻക്രീസ് ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ ഫേമിൻ്റെ ഓവറോൾ എഫിഷ്യൻസി കൂട്ടാനായിട്ട് സാധിക്കും. ഇതൊക്കെ കപ്പാസിറ്റി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യമാണ്. അപ്പോൾ കപ്പാസിറ്റി പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷണൽ ഏരിയ കൂടിയാണ് ഇത്. ദറ്റ് ഈസ് എ കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്, അല്ലേ? ദ ഡിസിഷൻസ് ആർ സ്ട്രാറ്റജിക് ഇൻ നേച്ചർ. സ്ട്രാറ്റജിക് എന്ന് പറയുമ്പോൾ വളരെ തന്ത്രപൂർവ്വം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ആണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പെൻഡിച്ചർ എൻഗേജ്ഡ് ഇൻ കപ്പാസിറ്റി ക്രിയേഷൻ ആർ യൂഷ്വലി ഫോർ എ ഫിക്സഡ് അസെറ്റ് ലൈക്ക് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. Capacity decisions affect product lead time, customer responsiveness, operating cost and firm's ability to compete effectively with the competitors. They also impact the survival of the firm. Too much capacity can result in low return on asset. അതായത് കൂടുതൽ കപ്പാസിറ്റി ആയിക്കഴിഞ്ഞാൽ ടു മച്ച് കപ്പാസിറ്റി ക്യാൻ റിസൾട്ട് ഇൻ ലോ റിട്ടേൺ ഓൺ അസറ്റിൻ്റെ റിട്ടേൺ കുറയാനായിട്ട് കാരണമാവും. ലോ മൊറൈൽ, അതേപോലെ തന്നെ ഡാമേജിങ് ലേ ഓഫ് ആൻഡ് ഫെസിലിറ്റി ക്ലോഷർ വിച്ച് ആർ ഓഫൺ എക്സ്പെൻസീവ്. വൈൽ ടു ലിറ്റിൽ കപ്പാസിറ്റി ക്യാൻ റിസൾട്ട് ഇൻ ലോസ്റ്റ് സെയിൽസ്, ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് റിസൾട്ട് ഇൻ ഇറോഷൻ ഓഫ് കസ്റ്റമർ ലോയൽറ്റി. അതായത് ഇവിടെ പറയുന്നത് കപ്പാസിറ്റി ഡിസിഷൻ അഫക്റ്റ് പ്രൊഡക്റ്റ് ലീഡ് ടൈം. അത് എക്സ്പെൻഡിച്ചർ എൻഗേജ്ഡ് ഇൻ കപ്പാസിറ്റി ക്രിയേഷൻ ആർ യൂഷ്വലി ഫോർ ഫിക്സ്ഡ് അസെറ്റ് ലൈക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി. കപ്പാസിറ്റി ഡിസിഷൻസ് അഫക്റ്റ് പ്രൊഡക്റ്റ് ലീഡ് ടൈം, കസ്റ്റമർ റെസ്പോൺസീവ്നെസ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് ഫേംസ് എബിലിറ്റി ടു മീറ്റ് effectively with the competitors. They also impact the survival of the firm. അപ്പോൾ ആദ്യം ഞാനിതൊക്കെ പറഞ്ഞു. കപ്പാസിറ്റി പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ കപ്പാസിറ്റി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാക്സിമം കപ്പാസിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫ്യൂച്ചർ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബിസിനസ്സിൻ്റെ സർവൈവൽ ആൻഡ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് മാക്സിമം പ്രൊഡക്ഷൻ, മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നു. മിനിമം കോസ്റ്റ്, മിനിമൈസ് ദ വേസ്റ്റേജ്. ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഈ കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് ഡിസിഷൻസ്. മാനേജ്മെൻറ്റ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസാണ് ഇത് കപ്പാസിറ്റി പ്ലാനിങ്. അപ്പോൾ കുട്ടികൾക്ക് അത്രയും മനസ്സിലായി. ഇനി നമ്മൾ പറയുന്നുണ്ട് ടു മച്ച് കപ്പാസിറ്റി കൂടുതലായിക്കഴിഞ്ഞാൽ, കപ്പാസിറ്റിയിൽ നമ്മൾ മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്നത് ടു മച്ച് കപ്പാസിറ്റി ക്യാൻ റിസൾട്ട് ഇൻ ലോ റിട്ടേൺ ഓൺ അസറ്റിൻ്റെ റിട്ടേൺ കുറയുന്നു. അതേപോലെ തന്നെ മൊറയിൽ നഷ്ടപ്പെടുന്നു. ഡാമേജ് ലേ ഓഫ് ഫെസിലിറ്റി ക്ലോഷർ വിച്ച് ആർ ഓഫൺ എക്സ്പെൻസീവ്. വൈൽ ടു ലിറ്റിൽ കപ്പാസിറ്റി ക്യാൻ റിസൾട്ട് ഇൻ ലോസ്റ്റ് സെയിൽസ്, ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് റിസൾട്ട് ഇൻ ഇറോഷൻ ഓഫ് കസ്റ്റമർ ലോയൽറ്റി. അതായത് ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് റിസൾട്ട് ഇൻ ഇറോഷൻ ഓഫ് കസ്റ്റമർ ലോയൽറ്റി. കസ്റ്റമേഴ്സിൻ്റെ ലോയൽറ്റി നഷ്ടപ്പെടാനായിട്ടത് കാരണമാവുന്നു. Then next, capacity planning is to be carried out keeping in mind future growth and expansion plans, market trends, sales forecasting, etc. It is simple task to plan the capacity in case of a stable demand, but in practice the demand will be seldom stable. The fluctuation of demand create problems regarding the procurement of resources
to meet customer demand, capacity, distance are strategic in nature. അതായത് capacity planning is to be carried in mind future growth and expansion plans. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് കപ്പാസിറ്റി പ്ലാനിങ് ആ സ്ഥാപനത്തിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സെയിൽസ് ഫോർകാസ്റ്റിംഗ് എക്സെട്ര. It is simple task to plan the capacity in case of stable demand. But in practice, the demand will be seldom stable. The fluctuation of demand creates problems regarding the procurement of resources to meet customers' demand. Capacity, distance are strategic in nature. Then, again, capacity planning is the first step when an organization decides to produce more existing product or new product. അവിടെ കപ്പാസിറ്റി പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കപ്പാസിറ്റി പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വെൻ ആൻ ഓർഗനൈസേഷൻ ഡിസൈഡ്സ് ടു പ്രൊഡ്യൂസ് മോർ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. കണ്ടോ, അവിടെ വേറെ പോയിന്റ് പറയുന്നത് എന്താ? കപ്പാസിറ്റി പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വെൻ ഓർഗനൈസേഷൻ ഡിസൈഡ് ടു പ്രൊഡ്യൂസ് മോർ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഓർ നോ പ്രോഡക്റ്റ്. അതായത് കൂടുതൽ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യണോ അതോ പുതിയ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള, അതായത് ഇപ്പോൾ നമുക്ക് പറയാമല്ലോ, നമുക്കിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു 70 കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. അതായത് ഒരു 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു 7,000 യൂണിറ്റ് മാത്രമാണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കപ്പാസിറ്റി പ്ലാനിങ് ആണ് അല്ലേ. അപ്പോൾ ആ കപ്പാസിറ്റി പ്ലാനിങ്ങിൽ കപ്പാസിറ്റി പ്ലാനിങ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് വെൻ ആൻ ഓർഗനൈസേഷൻ ഡിസൈഡ്സ് ടു പ്രൊഡ്യൂസ് മോർ എക്സിസ്റ്റിംഗ് യൂണിറ്റ് ഓർ ന്യൂ യൂണിറ്റ്. അതായത് ഇനി ഒരു 30% കൂടെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അതായത് 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ 7,000 യൂണിറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ബാക്കി നമുക്കൊരു 3,000 യൂണിറ്റ് കൂടെ നമുക്ക് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ആഡിങ് എക്സിസ്റ്റിംഗ് യൂണിറ്റ്, നിലവിലുള്ള പ്രോഡക്റ്റുകൾ തന്നെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണോ അതോ ഇനി ആ 30% കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. അവിടെ കപ്പാസിറ്റി പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വെൻ എൻ ഓർഗനൈസേഷൻ ഡിസൈഡ്സ് ടു പ്രൊഡ്യൂസ് മോർ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഓർ ന്യൂ പ്രോഡക്റ്റ്. Capacity planning is to specify the level of capacity that will meet market demand in a cost efficient way. അതായത് കപ്പാസിറ്റി പ്ലാനിങ് ഈസ് ടു സ്പെസിഫൈ ദ ലെവൽ ഓഫ് കപ്പാസിറ്റി ദാറ്റ് വിൽ മീറ്റ് മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റ് ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള ആ ഫേമിൻ്റെ കപ്പാസിറ്റി പ്ലാനിങ് ഈസ് ടു സ്പെസിഫൈ the level of capacity that will meet market demand in a cost effective manner. Capacity planning is concerned with maximizing output and minimizing input. അതായത് മിനിമം കോസ്റ്റിൽ മാക്സിമം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിങ് ഒരു സ്ട്രാറ്റജിക് ഡിസിഷനാണെന്ന് പറഞ്ഞു. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ അവരെടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതിൻ്റെ കപ്പാസിറ്റി മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ അതോ 30% കപ്പാസിറ്റി ഇനി യൂട്ടിലൈസ് ചെയ്യേണ്ടത് പുതിയ പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കണോ അതോ നിലവിലുള്ള പ്രോഡക്റ്റുകൾ തന്നെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ ആക്ച്വൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എത്രയാണെന്ന് വ്യക്തമായിരിക്കണം. അതിനുശേഷമാണ് അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Capacity planning is to specify the level of capacity that will meet market demand in cost efficient way. Capacity planning is concerned with maximizing output and minimizing input. Production managers are more concerned about the capacity for the following reason. അതായത് പ്രൊഡക്ഷൻ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ മാനേജേഴ്സ് ആർ മോർ കൺസേൺഡ് അബൌട്ട് ദ കപ്പാസിറ്റി. അതായത് പ്രൊഡക്ഷൻ മാനേജേഴ്സ് ഈ കപ്പാസിറ്റിയെക്കുറിച്ച് വളരെയധികം കൺസേൺഡ് ആണ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ മാനേജേഴ്സ് ആർ മോർ കൺസേൺഡ് അബൌട്ട് ദ കപ്പാസിറ്റി ഓഫ് ദ ഫോളോയിങ് റീസൺ. ഫസ്റ്റ് വൺ ഈസ് sufficient capacity is required to meet the customer's demand in time. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? സഫിഷ്യൻറ്റ് കപ്പാസിറ്റി ഈസ് റിക്വയേർഡ് ടു മീറ്റ് ദ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ഇൻ ടൈം. ഇപ്പോൾ നിലവിലുള്ള കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ശരിയായിട്ടുള്ള രീതിയിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ അതിനുള്ള സഫിഷ്യൻറ്റ് കപ്പാസിറ്റീസ് നിലവിലുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സഫിഷ്യൻറ്റ് കപ്പാസിറ്റി ഈസ് റിക്വയേർഡ് അബൌട്ട് ദ സഫിഷ്യൻറ്റ് കപ്പാസിറ്റി ഈസ് റിക്വയേർഡ് ടു മീറ്റ് ദ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ഇൻ ടൈം. കസ്റ്റമേഴ്സിൻ്റെ
ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള സഫിഷ്യൻറ്റ് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുക. കപ്പാസിറ്റി അഫക്റ്റ് ദ കോസ്റ്റ് എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻ. എന്തൊക്കെ കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും പറയുന്നുണ്ടല്ലോ കപ്പാസിറ്റി പ്ലാനിങ്ങിനെ കുറിച്ച്. അപ്പം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ മാനേജേഴ്സ് ആർ മോർ കൺസേൺഡ് അബൌട്ട് ദ കപ്പാസിറ്റി. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജേഴ്സ് എല്ലാം തന്നെ ഏതിനെക്കുറിച്ച് വളരെയധികം കൺസേൺഡ് ആണ്. ഈ കപ്പാസിറ്റി പ്ലാനിങ്ങിനെ കുറിച്ച് വളരെയധികം ആങ്സൈറ്റി ഉണ്ട്, വളരെയധികം പ്ലാനിങ് എന്താ പറയുക വളരെയധികം കൺസേൺ ഉണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർ ഇത്രമാത്രം ഈ കപ്പാസിറ്റി പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് വൺ ഓഫ് ദി റീസൺ ഈസ് സഫിഷ്യൻറ്റ് കപ്പാസിറ്റി ഈസ് റിക്വയർഡ് ടു മീറ്റ് ദ കസ്റ്റമർ ഡിമാൻഡ് ഇൻ ടൈം. നിലവിലുള്ള കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യാനുള്ള മാത്രമുള്ള സഫിഷ്യൻറ്റ് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് അവർക്ക് വ്യക്തമാക്കിയിരിക്കണം. കാരണം കപ്പാസിറ്റി ഇല്ല എങ്കിൽ ആവശ്യപ്പെടുന്ന സമയത്ത് പ്രോഡക്റ്റുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല, പ്രൊഡക്ഷൻ ബ്രേക്കേജ് വരും അല്ലേ. അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മാനേജ് ചെയ്യാൻ മാത്രം, അവരുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റാവുന്നത്ര പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഫേമിനുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. ഞാൻ അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. Sufficient capacity is required to meet the customer demand in time. That is the first one. Then second point is capacity affect the cost efficiency of operation. ഇവിടെ കപ്പാസിറ്റി തീർച്ചയായിട്ടും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നു? കപ്പാസിറ്റി അഫക്റ്റ് ദ കോസ്റ്റ് എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ശരിയായിട്ടുള്ള രീതിയിൽ എല്ലാ റിസോഴ്സസും യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റിലേക്ക് അത് ലീഡ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ തന്നെ അവിടെ പറയുന്നത് കപ്പാസിറ്റി പ്ലാനിങ്ങിൽ തന്നെ അവിടെ പറയുന്നത് സെക്കൻഡ് പോയിന്റിൽ, ദറ്റ് ഈസ് കപ്പാസിറ്റി അഫക്റ്റ് ദ കോസ്റ്റ് എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻ. തേർഡ് പോയിന്റ് കപ്പാസിറ്റി അഫക്റ്റ് ദ ഷെഡ്യൂളിംഗ് സിസ്റ്റം. അതായത് നമ്മളിപ്പോൾ കറക്റ്റ് ഇത്ര സമയം കൊണ്ട് ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഒരാഴ്ചയിൽ നമുക്ക് എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക, അങ്ങനെയാണെങ്കിൽ ഒരു മാസം കൊണ്ട് എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക, ഒരു ദിവസം 8 മണിക്കൂർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഓവർ ടൈം കൂടുകയാണെങ്കിൽ 10-11 മണിക്കൂർ വരെയെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ളതൊരു ഷെഡ്യൂളിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ കപ്പാസിറ്റി അഫക്റ്റ് ദ ഷെഡ്യൂളിംഗ് സിസ്റ്റം. അപ്പോൾ കപ്പാസിറ്റി എന്തിനൊക്കെ അഫക്റ്റ് ചെയ്യുന്ന? കപ്പാസിറ്റി ഈസ് റിക്വയർഡ്, കപ്പാസിറ്റി ആവശ്യമാണ് ടു മീറ്റ് ദ ഡിമാൻഡ് ഇൻ ടൈം. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് എല്ലാ സമയത്തും കറക്റ്റായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നറിയണം. അതേപോലെ തന്നെ കപ്പാസിറ്റി അഫക്റ്റ് ദ കോസ്റ്റ് എഫിഷ്യൻസി ഓഫ് ദ ഫേം. അതായത് കോസ്റ്റ് റിഡ്യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ശരിയാണോ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കപ്പാസിറ്റി അഫക്റ്റ് ദ ഷെഡ്യൂളിംഗ് സിസ്റ്റം. ആ സ്ഥാപനത്തിൻ്റെ ഷെഡ്യൂളിംഗ് സിസ്റ്റത്തിനെ അത് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് കപ്പാസിറ്റി ക്രിയേഷൻ റിക്വയേഴ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. കപ്പാസിറ്റി ക്രിയേഷൻ എന്ന് പറയുന്നത് റിക്വയേഴ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്ന 4 പോയിൻറ്റ്സ്. സഫിഷ്യൻറ്റ് കപ്പാസിറ്റി, കപ്പാസിറ്റി എഫക്റ്റ് ദ കോസ്റ്റ് എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻ, കപ്പാസിറ്റി എഫക്റ്റ് ദ ഷെഡ്യൂളിംഗ് സിസ്റ്റം, കപ്പാസിറ്റി ക്രിയേഷൻ റിക്വയേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് പറഞ്ഞു. വാട്ട് ഈസ് മീൻ ബൈ കപ്പാസിറ്റി അല്ലേ. ദെൻ അതിൽ എന്താണ് കപ്പാസിറ്റി എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു. കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ദാറ്റ് എ ഫേം ഈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഓർ പ്രൊവൈഡിങ് സർവീസ് ഓവർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. അതാണ് കപ്പാസിറ്റി. ഒരു പർട്ടിക്കുലർ സമയം കൊണ്ട് എത്ര യൂണിറ്റ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെയാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റീസ് അതൊന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഡെമോൺസ്ട്രേറ്റഡ് കപ്പാസിറ്റി. സെക്കൻഡ് വൺ ഈസ് അതായത് ഡെമോൺസ്ട്രേറ്റഡ് ഓർ മാക്സിമം കപ്പാസിറ്റി. സെക്കൻഡ് വൺ ഈസ് ഇഫക്റ്റീവ് കപ്പാസിറ്റി. തേർഡ് വൺ ഈസ് ആക്ച്വൽ കപ്പാസിറ്റി. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ആർ ദി മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റി. മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റിയിലെ ഔട്ട്പുട്ട് മെഷറും ഇൻപുട്ട് മെഷറുമാണ് മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റി. ദെൻ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് കപ്പാസിറ്റി ഡിസിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഇമ്പോർട്ടൻസ് ഓഫ് കപ്പാസിറ്റി ഡിസിഷൻ. ദെൻ അവിടെ മിനിമൈസേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്, ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ്, ലെസ് ഫ്ലെക്സിബിൾ, കോമ്പറ്റിറ്റീവ്നെസ്, ഈസി മാനേജ്മെൻറ്റ്.
what is meant by capacity utilization? Then next നമ്മൾ ഡിസ്കസ് ചെയ്തത് what is meant by capacity utilization. Capacity utilization നമുക്കൊരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. Capacity utilization is equal to average output divided by maximum output into 100. ദെൻ അവിടെ ആ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി ഓഫ് ടു വിച്ച് എക്യുപ്മെൻറ്റ് സ്പേസ് ഓർ ലേബർ കറൻ്റ്ലി ബീങ് യൂസ്ഡ്. ഇപ്പോൾ എത്ര മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 2 പോയിൻ്റ് എന്ന് പറയുന്നത് ആഡിങ് എക്സ്ട്രാ യൂണിറ്റ് ഓർ എലിമിനേറ്റിംഗ് അൺവാണ്ടഡ് കപ്പാസിറ്റി. പുതിയ യൂണിറ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അൺവാണ്ടഡ് കപ്പാസിറ്റീസ് മിനിമൈസ് ചെയ്യുകയോ ചെയ്യുക എന്ന് പറയുന്നതാണ് അതിൽ 2 പോയിൻ്റ്. ഇതിൽ 2 തരത്തിലാണ് ഇത് വരിക. ഫസ്റ്റ് വൺ ഈസ് പീക്ക് കപ്പാസിറ്റി, അതേപോലെ തന്നെ ഇഫക്റ്റീവ് കപ്പാസിറ്റി. ഹയസ്റ്റ് കപ്പാസിറ്റിയാണ് അവിടെ പീക്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നോർമൽ കപ്പാസിറ്റിയാണ് നമ്മളിവിടെ ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പീക്ക് കപ്പാസിറ്റിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പീക്ക് കപ്പാസിറ്റിയുടെ റിസൾട്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക, ദെൻ ഓവർ ടൈം, ഓവർ സ്റ്റാഫിങ്, സബ് കോൺട്രാക്റ്റിംഗ്. ദെൻ റിസൾട്ട് എന്ന് പറയുന്നത് പുവർ ക്വാളിറ്റി പ്രോഡക്റ്റും അതുപോലെ തന്നെ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇതായിരിക്കും ഏതിൻ്റെ? പീക്ക് കപ്പാസിറ്റിയുടെ ഔട്ട്കം. പീക്ക് മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് കൂടാനും ക്വാളിറ്റി കുറയാനും കാരണമാവുന്നു. ഓവർ സ്റ്റാഫിംഗ് വരാം, സബ് കോൺട്രാക്റ്റിംഗ് വരാം, എക്സസ് കോസ്റ്റുകൾ സംഭവിക്കാം. ഇതൊക്കെ ഏതിനെ സ്വാധീനിക്കുന്നതാണ്? പീക്ക് കപ്പാസിറ്റിയെ സ്വാധീനിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് ഇഫക്റ്റീവ് കപ്പാസിറ്റിയാണ്. ഇഫക്റ്റീവ് കപ്പാസിറ്റിയിൽ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളതാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് നോർമലായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ 2 or 3 ഷിഫ്റ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് പ്ലാൻ ചെയ്യുന്നതാണ് അവിടെ ഇഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിൽ എപ്പോഴും ഇഫക്റ്റീവ് കപ്പാസിറ്റിയാണ് അവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റി. ദെൻ ലാസ്റ്റ് നമ്മൾ പഠിച്ച ടോപ്പിക് എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ കപ്പാസിറ്റി പ്ലാനിങ് എന്നുള്ളതാണ്. കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഓർഗനൈസേഷൻ ടു ഡിസൈഡ് പ്രൊഡ്യൂസ് മോർ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഓർ ന്യൂ പ്രോഡക്റ്റ്. Capacity planning is to specify the level of capacity that will meet market demand in cost efficient way. Capacity planning is concerned with maximize output and minimizing input. ഇത്രയാണ് വരിക. മാനേജ്മെൻറ്റ് ഇത്രമാത്രം അതുമായിട്ട് കോൺഷ്യസ് ആവാനുള്ള കാരണം കപ്പാസിറ്റി അഫക്ട് ദ കോസ്റ്റ് എഫിഷ്യൻസി, കപ്പാസിറ്റി അഫക്ട് ദ ഷെഡ്യൂളിംഗ് ടൈം, ആൻഡ് ഓൾസോ കപ്പാസിറ്റി റിക്വയേഴ്സ് an investment. And then first one is sufficient capacity is required to meet the customers demand in time. ഇത്രയാണ് നമ്മളവിടെ കപ്പാസിറ്റി പ്ലാനിങ്ങിൽ നമ്മൾ ഇതുവരെ എടുത്തിരിക്കുന്ന ടോപ്പിക്ക്. എല്ലാവരും വൃത്തിയായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുക, പഠിക്കുക. അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കണം. താങ്ക് യു ആൾ.